എല്ലാവർക്കും മലയാളി ടോക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് അടുത്ത പുതിയ വീഡിയോയുമായി നിങ്ങളെ സമീപിക്കുകയാണ്. ഞങ്ങൾ മുമ്പ് ഒരു ഹെൽത്ത് ടിവിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് എല്ലാവരും നല്ല സ്വീകരണമാണ് നമുക്ക് നൽകിയത്. അതോടൊപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ്. പ്രധാനമായിട്ട് ഇന്ന് മലയാളികളെല്ലാവരും, ഒരുവിധ ആളുകളെല്ലാവരും ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പം എന്നീ ഭക്ഷണ സാധനങ്ങൾ തുടർച്ചയായിട്ട് രാവിലെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ നാളുകൾ കഴിയുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ കൂടുതൽ ഉപയോഗം കൊണ്ട് ഒരുവിധ ആളുകളെല്ലാം ഈ ഡയബറ്റിക് പേഷ്യൻ്റായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഈ ഭക്ഷണമൊക്കെ കുറേശ്ശെ കഴിക്കുന്നുണ്ട്, തെറ്റില്ല. എന്നാലും തുടർച്ചയായിട്ട് കഴിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തതയിലേക്കായിട്ട് ഞങ്ങൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഐറ്റങ്ങളിൽ 3 ഐറ്റം, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നെല്ലിക്ക, കക്കിരി, ഇത് 4 ഐറ്റം. ഇത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിനൊപ്പം കുറച്ച് ഉപ്പും കൂടി അതിലിട്ടിരുന്നാൽ ഇതിലുള്ള വിഷാംശം എല്ലാം ആ വെള്ളത്തിലൂടെ പുറത്തു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ശരിക്കും വാഷ് ചെയ്തെടുത്തിട്ടാണ് ഈ തൊണ്ട് കളഞ്ഞ് ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണത്തക്ക വിധം വെച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ചാനല്, ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ നമ്മൾ ഓരോ സാധനങ്ങളും എടുത്ത് പരിചയപ്പെടുത്താം. ഇത് നെല്ലിക്ക. ഈ നെല്ലിക്ക നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിറ്റാമിൻ സിയുടെ പോഷകക്കുറവ് പരിഗണിക്കാൻ പറ്റും. അതോടൊപ്പം ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളെല്ലാം അലിയിച്ചു കളയുകയും മലശോധനയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്കയുടെ ഉപയോഗം. ഇത് വെറും വയറ്റിൽ ആദ്യമായിട്ട് നെല്ലിക്ക നമ്മൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ജ്യൂസാക്കി കഴിക്കാനോ സലാഡാക്കി കഴിക്കാനോ അല്ല, നേരിട്ട് പല്ലുകൊണ്ട് ചവച്ചരച്ച് കഴിക്കാം. അതോടൊപ്പം നമുക്ക് പല്ലിനൊരു വ്യായാമമാവും. ഇതിൻ്റെ പോഷകഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ ഈ നെല്ലിക്ക കഴിക്കുക. രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ബീറ്റ്റൂട്ടാണ്. ഈ ബീറ്റ്റൂട്ടിൽ നമുക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം ഇത് ഹീമോഗ്ലോബിൻ, രക്തത്തിലെ ഹീമോഗ്ലോബിന് നിറം നൽകാനും സഹായിക്കുന്നു. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ക്യാരറ്റ്. ഈ ക്യാരറ്റ് എടുക്കുമ്പോൾ, നമ്മൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിയതും നീളമുള്ളതുമായ ക്യാരറ്റ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇത് കുറച്ച് സ്വാദിഷ്ടവുമാണ്, അതോടൊപ്പം ഒരു ചെറിയ മധുരവും ഉള്ളതാണ്. മറ്റേ ക്യാരറ്റ് വണ്ണം കൂടിയ ടൈപ്പ് ക്യാരറ്റ് ആവുമ്പോൾ നമുക്ക് സാധാരണ മരക്കഷ്ണം കടിച്ചു തിന്നുന്ന ഒരു സ്വാദായിരിക്കും. ഇതിനൊരു പ്രത്യേക സ്വാദം ഉണ്ടെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ക്യാരറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ക്യാരറ്റിൽ വിറ്റാമിൻ എയുടെ പോഷകഗുണം ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് ഉപകാരപ്പെടാമായിരുന്നു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മലശോധനയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടി ആണ് ഈ ക്യാരറ്റ്. ഇതും കൂടി നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ നെല്ലിക്ക, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ABC അങ്ങനെ പറയുന്ന ഒരു ജ്യൂസിന്റെ ഉപയോഗത്തിന് പകരം ഈ ABC എന്നുള്ളൊരു ഫോർമുലയിൽ നമുക്ക് ഇത് 3 ആദ്യം പഠിക്കും. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജ്യൂസായിട്ടും കുടിക്കാം, സലാഡായിട്ടും കഴിക്കാം. അതിലുപരി നമ്മൾ കടിച്ചു തിന്നുന്നതാണ് ഏറ്റവും കൂടുതൽ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കുക്കുംബറാണ്. കുക്കുംബർ, കക്കിടി എന്നെല്ലാം ഒരു പറയും, പല പേരിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ കക്കിടി അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ജലാംശം നഷ്ടപ്പെടുന്ന നിർജ്ജലീകരണം എന്ന് പറയുന്ന പ്രവർത്തനത്തെ തടയാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് സന്തുലിതാവസ്ഥ വരികയും അതോടൊപ്പം ജലാംശത്തിന്റെ കുറവ് അല്ലെങ്കിൽ നികത്താനും കഴിയും. ഈ കുക്കുംബറിന്റെ കൂടെ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരാഴ്ച നമ്മൾ കുക്കുംബർ ഉപയോഗിച്ച് കഴിയുമ്പോൾ
നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച ഇതിൻ്റെ ഒപ്പം ഇത് ഒഴിവാക്കിയിട്ട് ഇതിന് പകരമായിട്ട് മത്തങ്ങ ഒരു 100-150 ഗ്രാം വരുന്ന ഒരു പീസായിട്ട് മത്തങ്ങ ഒരാഴ്ച അടുപ്പിച്ച് കഴിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമതായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് കുമ്പളങ്ങയുടെ ഓരോ പീസാണ്. എങ്ങനെ കുക്കുംബർ, മത്തങ്ങ, കുമ്പളങ്ങ ഇങ്ങനെ ഓരോ ആഴ്ചയും നമ്മൾ റൊട്ടേഷൻ വഴി കഴിക്കാൻ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇതിലെല്ലാം നമുക്ക് ജലാംശത്തിന്റെ കുറവ് നികത്താനും അതോടൊപ്പം ദഹന പ്രക്രിയയെ സഹായിക്കാൻ ഉപകാരമായിട്ടുള്ളതാണ് നമുക്ക് ഈ പറയുന്ന സാധനങ്ങളെല്ലാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതോടൊപ്പം നല്ലോണം പഴുത്ത ഒരു ഏത്തപ്പഴം, ഇത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനും വയറിന്റെ ദഹനത്തെ സഹായിക്കാനും അതോടൊപ്പം മലശോധനയ്ക്ക് സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് ഈ ഏത്തപ്പഴം കഴിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതോടൊപ്പം പ്രോട്ടീൻ്റെ നിക്ഷേപമായ അടങ്ങിയ ഒരു മുട്ടയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരു ദിവസത്തെ ആവശ്യത്തിനുള്ള എല്ലാ പോഷകാഹാരങ്ങളും ലഭിക്കുകയും അതോടൊപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം നിങ്ങൾ ഒന്ന് തുടർച്ചയായിട്ട് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങളെല്ലാം ലഭിക്കുകയും നിങ്ങളുടെ ശരീരം ഒരു ആരോഗ്യം മുഴുവനായിട്ട് വരുന്ന ഒരു ശരീരമായിട്ട് മാറട്ടെ. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഇത് തന്നെ, അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം നല്ലത് അസുഖം വരാതെ നോക്കുന്നതാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് ധനം. എല്ലാവരും സ്റ്റിക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനലിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.